ദുർഗ, ആ പൃഥ്വിയുടെയും തന്റെ കൂട്ടുകാരുടെയും കാര്യം ആലോചിച്ച് ടെൻഷനിലല്ലേ? ആ, താൻ ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കാതെ ഒരു ഡിസിഷൻ എടുക്ക. തനിക്ക് പൃഥ്വിയുടെ കാര്യങ്ങളെല്ലാം അക്ഷിതയോട് തുറന്നു പറയണമെന്നാണെങ്കിൽ മടിക്കാതെ അത് ചെയ്യേ. ഞാനത് എങ്ങനെ പറയും കിരൺ? അക്ഷിതയും ചെറിയമ്മയും ഉൾപ്പെടെ എല്ലാവരും ഈ വിവാഹാലോചന ഒരു വലിയ ഭാഗ്യമായിട്ടാ കാണുന്നത്. ഈ സമയത്ത് ഞാൻ അത് പോയി പറഞ്ഞാ എന്താവും പ്രതികരണം എന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ശരിയാ. എത്ര നല്ല കാര്യമാണെങ്കിൽ കൂടി അത് ദുർഗ പറഞ്ഞ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അത് തന്നെ എന്റെ പ്രശ്നം. പക്ഷേ ഞാൻ പറയാതിരുന്ന അറിഞ്ഞുകൊണ്ട് അക്ഷിതയെ ഒരു അപകടത്തിലേക്ക് തള്ളി വിടുന്ന പോലെ ആവില്ലേ? അങ്ങനെ ചിന്തിച്ച് ടെൻഷൻ ആവുന്ന എന്തിനാ? അല്ലെങ്കിൽ തന്നെ കോളേജിന് ശേഷം തനിക്ക് പൃഥ്വിയെക്കുറിച്ച് അറിവൊന്നുമില്ലല്ലോ. അന്നത്തെ അയാളുടെ സ്വഭാവം ഇപ്പൊ മാറിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. കോളേജ് ടൈമില് ഉഴപ്പി അടിച്ചു പൊളിച്ചു നടന്ന പലരും ഇപ്പൊ അതൊക്കെ വിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ? പൃഥ്വി അങ്ങനെ ആയിക്കൂടെ? ഇല്ല കിരൺ, പൃഥ്വിയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഒരാളുടെ ബേസിക് ക്യാരക്ടർ അയാളെ വിട്ടു പോവോന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ വെറുതെ തന്റെ മനസ്സമാധാനം കളയാന്നുള്ളതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ബോൾഡായി തീരുമാനമെടുക്കുന്ന തന്നെ ഇപ്പോഴിങ്ങനെ ഈ അവസ്ഥയിൽ കാണുമ്പോഴാണ് വിഷമം. കിരണിനെ അറിയാലോ, ഫാമിലിയുടെ കാര്യം വരുമ്പോ ഞാനൊരു സാധാരണക്കാരിയാണ്. അക്ഷിതയും അഭിയും ഒക്കെ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാ. അവർക്കൊരു ദോഷം വരിക എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റാത്ത കാര്യം. താനൊരു കാര്യം ചെയ്യ്. തനിക്ക് വസുമതി ആന്റിയെ കാര്യങ്ങൾ അറിയിക്കാനല്ലേ പാട്. താൻ കാര്യങ്ങൾ ദേവരാജൻ അങ്കിളിനോടോ മുത്തശ്ശിയോട് പറയേ. അതുകൊണ്ട് കാര്യമില്ല കിരൺ. അച്ഛനും മുത്തശ്ശിയും പറഞ്ഞാലും ചെറിയമ്മ അനുസരിക്കില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ് വെറുതെ അവരെ വിഷമിപ്പിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. പല കാര്യങ്ങളിലും പ്രതികരിക്കാൻ സാധിക്കാതെ അച്ഛൻ വീർപ്പ് മുട്ടുന്നത് നേരിട്ട് കാണുന്നതല്ല ഞാൻ. ഇനി ഈ കാര്യത്തിന്റെ പേരിൽ ഒരു ടെൻഷൻ കൂടി കൊടുക്കാൻ എനിക്ക് വയ്യ. താൻ പറയുന്നൊക്കെ ശരിയാ. ഇനിയിപ്പോ എന്തോ ഒരു സൊല്യൂഷൻ? വിവാഹത്തിന് മുൻപ് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഞാൻ എല്ലാരെയും അറിയിക്കും. ഒരിക്കലും ഞാനായിട്ട് അക്ഷിയെ ഒരു നരകത്തിലേക്ക് തള്ളിവിടില്ല. അതാണ് ശരി. നല്ലൊരു അവസരത്തിനായി നമുക്ക് കാത്തിരിക്കാം.